നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ ചില ആളുകൾ വരും. അതിൽ 1-2 പേർക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ ആവശ്യമായിട്ട് വരും. മരിയ ഗോവയിലേക്ക് തിരിച്ചയച്ചു. അവിടെ കുറച്ച് ജോലിയുണ്ട്. സുനിതയെന്ന് എന്നത്തെക്കാളും സുന്ദരിയാണല്ലോ. ഒന്ന് പോ വിശാൽ സാറേ. ചത്ത് കിടന്നാലും ചമഞ്ഞെടുക്കണമെന്നല്ലേ? ആ, എക്സാക്ട്ലി. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. സുനിതയുടെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എനിക്കറിയാം. എന്താ? അക്ഷരെ തോൽപ്പിച്ചതെന്റെ സന്തോഷം. അതാണ് സുനിതയുടെ മുഖത്ത് കൂടുതൽ സൗന്ദര്യമായി തിളങ്ങുന്നത്. ചുമ്മാ. സത്യം. ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ തോൽപ്പിക്കുമ്പോൾ അവളുടെ സൗന്ദര്യം ഇരട്ടിയാവും. ദാറ്റ്സ് എ ബ്യൂട്ടി സീക്രട്ട്. ആയിക്കോട്ടപ്പാ. അല്ല, എന്തൊക്കെ കടലാസിലാണ് ഒപ്പിടേണ്ടത്? ആ, പെട്ടെന്നായിക്കോട്ടെ. ഞാൻ ഇന്ന് ഇത്തിരി തിരക്കില്ല. മിഴിച്ചു നിൽക്കാതെ കടലാസ് എടുത്ത് കൊടുക്കു വയ്ക്കില്ലേ? അല്ല, എന്താ ഇത്? ആ, ഇതെല്ലാം പരാതികളാണ്. സുനിത ഡോക്ടർ അക്ഷരയ്ക്കെതിരെ നൽകുന്ന പരാതി. മുഖ്യമന്ത്രി, ഹോം ഡിപ്പാർട്ട്മെന്റ്, DGP, വനിതാ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ്, മെഡിക്കൽ കൗൺസിൽ തുടങ്ങിയ എല്ലാവർക്കും സുനിതയുടെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്ന്. പിന്നെ ദൃശ്യമാധ്യമ രംഗത്തെ പ്രമുഖ സ്ഥാപനങ്ങൾക്കുള്ള കത്ത് വേറെയും. സുനിത ഒപ്പിട്ടാ മതി, വക്കീലെല്ലാം വേണ്ടെടുത്ത് എത്തിച്ചോളും. അല്ല, ഇത്രയൊക്കെ വേണോ വിശാൽ സാറേ? വേണം. പൂട്ടുമ്പോ 1000 പൂട്ടിട്ട് അക്ഷരെ പൂട്ടണം. ഒന്ന് അനങ്ങാനാവാത്ത വിധം, ഒരു തുള്ളി ശ്വാസം പോലും അവർക്ക് കിട്ടാനാവാത്ത വിധം. ഓക്കെ. എന്നാ ഞാൻ പോയിക്കോട്ടെ. പോകുന്ന വഴി എനിക്കൊന്ന് ട്രാവൽ ഏജൻസിയിൽ കയറണം. അല്ല, എങ്ങോട്ടാ യാത്ര? ദുബായിലേക്ക്. മറ്റന്നാൾ വെളുപ്പിനുള്ള എയർ ഇന്ത്യയിൽ ഞാൻ പോകും. 10 ദിവസം അവിടെ. മിറാക്കിൾ ഗാർഡൻ, എക്കോ വെഞ്ചർ വാട്ടർ പാർക്ക്, ക്യാമൽ റേസിംഗ്, ഡെസേർട്ട് സഫാരി. ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് തിരികെ വരൂ. അത് വേണം. യാത്ര എത്ര ദൂരത്തേക്കാണെങ്കിലും അത്രയും നല്ലത് സുനിത. എന്നാ പിന്നെ സുനിതയില്ലേ? വിശാൽ സാറേ, എന്റെ കാശ് ഇതുവരെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല. ഇന്ന് ക്രെഡിറ്റ് ആവും സുനിതേ. സുനിത ധൈര്യമായിട്ട് വയ്ക്കും. മാക്സിമം ഫണ്ട് ഇടണം. ഞാൻ ദുബായിലാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ പലതും ഓപ്പറേറ്റ് ചെയ്യണ്ടേ? ഫണ്ട് ഇന്ന് വൈകുന്നേരം വന്നിരിക്കും. സുനിത ധൈര്യമായിട്ട് വയ്ക്കും. ഓക്കെ, ബൈ. ബൈ. ചക്ഷുശ്രവണ ഗളസ്തമാ ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ. എന്ന് വെച്ചാ വക്കീലിന് ഈ IPC കിതാബ് അല്ലാതെ പുരാണമൊന്നും അറിയില്ലല്ലേ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പാമ്പിന്റെ വായിൽ പ്രാണന് വേണ്ടി പിടയുമ്പോഴും തവള സ്വന്തം വിശപ്പടക്കാൻ പ്രാണിക്ക് വേണ്ടി നാവ് നീട്ടുന്നു എന്ന്. ഇവിടെ അതിന്റെ പ്രസക്തി? എന്റെ നീന, അവളെ കൊല്ലാനുള്ള കലി എനിക്കുണ്ട്. സത്യം. നാട് റോഡായിപ്പോയി, അതുകൊണ്ട് അവളെ രക്ഷപ്പെട്ടെ. ഡോക്ടർ സുനിത ഇനി കോട്ടിടില്ല. അത് എന്റെ വാക്ക്, അക്ഷരയുടെ വാക്ക്.
അവൾ എന്നെ ഫാഷൻ ഷോയിൽ നിന്നല്ലേ വിലക്കിച്ചത്. അവളെ ഞാൻ ഈ ലോകത്ത് നിന്ന് തന്നെ വിലക്കും. ആ ബാക്കി നാളെ പറയാം. ആ സർവീസിങ്ങിന് കൊടുത്ത വണ്ടി കിട്ടാൻ താമസിച്ചു, അതാ ഇറങ്ങാൻ ലേറ്റ് ആയത്. ശരി, ഗുഡ് നൈറ്റ്. ഹലോ, നീ ഇത് എവിടെ അക്ഷര? സമയം എത്രയായി? ഓ സമയം ചോദിക്കാൻ വിളിച്ചാണോ? കയ്യിൽ വാച്ചില്ലേ? നിന്റെ തർക്കുത്തരം കേൾക്കാൻ വിളിച്ചതല്ല ഞാൻ. നീ എവിടെ എത്തിയെന്ന് പറയും. ഒന്നാമത് ചുറ്റും ശത്രുക്കളാ. സർവീസിന് കൊടുത്ത വണ്ടി കിട്ടിയില്ലേ? ഇല്ലെങ്കിൽ ഞാൻ വരാം. വണ്ടി കിട്ടി, ഞാൻ വന്നോണ്ടിരിക്കാം. ഇടയ്ക്ക് ശ്രുതിമോൾക്ക് ഇത്തിരി സ്വീറ്റ്സ് വാങ്ങാൻ ഇറങ്ങിയതാ. ശരി, ഇനി വൈകാൻ നിൽക്കണ്ട, വേഗം വാ. ശരി. എന്തായി നിരഞ്ജൻ, അവളെ വിളിച്ചിട്ട് കിട്ടിയോ? ആ, അക്ഷര വന്നോണ്ടിരിക്ക. ഇടയ്ക്ക് ഏതോ ഷോപ്പിൽ കയറി, അതാ. സാഹചര്യത്തെക്കുറിച്ച് അവൾക്കൊരു ബോധവുമില്ല. എന്ത് ചെയ്യാം? അപ്പൊക്കോ ആ കാറല്ല, അതിനകത്തൊന്നുമില്ല. ഒരു വണ്ടി തടഞ്ഞു നിർത്ത്. ആ നിർത്ത് 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 നിർത്ത്. ഓ നമ്പർ കറക്റ്റ് ആണോ നോക്കൂ. ആ കറക്റ്റാണ് സർ. ഹലോ മാഡം. എന്താ സാർ രാത്രിയിൽ ഒരു വണ്ടി ചെക്കിങ്? നട്ടപ്പാതിരയ്ക്കും കേരള പോലീസ് അലർട്ടാണെന്ന് മനസ്സിലായില്ലേ? ഇനി ഞങ്ങള് നിഷ്ക്രിയരാണെന്ന് ആരും പറയില്ലല്ലോ. പേപ്പേഴ്സ് എല്ലാം പക്കയാണ് സർ. അല്ലെങ്കിൽ പരിവാഹൻ സൈറ്റിൽ വെരിഫൈ ചെയ്യാലോ. അതൊക്കെ MVD ചെയ്തോളൂ. മാഡം തൽക്കാലം പുറത്തിറങ്ങും. ഏ എന്തിന്? പറയാം മാഡം, ഒന്ന് ഇറങ്ങോ പ്ലീസ്. മാഡം, ഒരു വൈറ്റൽ ഇൻഫർമേഷന്റെ ഭാഗമായിട്ടാ ഈ ചെക്കിംഗ്. ഞങ്ങൾക്ക് വണ്ടി ഒന്ന് പരിശോധിക്കണം. ഏ വണ്ടി പരിശോധിക്കാനോ? എന്റെ ജോലി കള്ളക്കടത്തൊന്നും അല്ല. ഞാൻ അക്ഷര ഹോസ്പിറ്റലിന്റെ. അറിയാം മാഡം, അതിന്റെ ഉടമസ്ഥയാണെന്ന് അറിയാം. അക്ഷര നിരഞ്ജൻ. എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയാതെ ഞങ്ങൾ ഈ രാത്രിയിലെ മഞ്ഞും കൊണ്ട് വടിയും പിടിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കൂ. വണ്ടി പരിശോധിക്കണം. ഏ സ്റ്റോപ്പ്. വനിതാ പോലീസ് എവിടെ? ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിച്ചോളാം. ഇപ്പൊ പരിശോധിക്കുന്നത് മാഡത്തെ അല്ലല്ലോ, മാഡത്തിന്റെ വണ്ടിയല്ലേ. അതോ ഈ വണ്ടി ഫീമെയിൽ ജെൻഡർ ആണോ? കമോൺ സെർച്ച്. ഹലോ ഡാഡി, വഴിയിലൊരു പ്രശ്നം.